Hello everyone. Today let us start a new chapter. Hygiene our strength. വൃത്തി നമ്മുടെ ശക്തി. ഹായ് അങ്കിൾ റാറ്റ്, വേർ ആർ യു ഗോയിങ്? എലിയമ്മാവ, എങ്ങോട്ടാ യാത്ര? ഐ ആം ലീവിങ് ദ കൺട്രി ഡിയർ മോസ്കിറ്റോ. ഞാൻ ഈ നാട് വിട്ടു പോകുകയാ കൊതുകച്ച. വാട്ട് ഹാപ്പൻഡ്? എന്തു പറ്റി? ഹൗ ക്യാൻ പീപ്പിൾ ലൈക്ക് us live in this clean land? ഈ വൃത്തിയുള്ള നാട്ടിൽ നമ്മളെപ്പോലുള്ളവർ എങ്ങനെയാ ജീവിക്കുക? ഐ കാൻ ലിവ് സ്റ്റാവിങ് ലൈക്ക് ദിസ്. വിശന്ന് ജീവിക്കാൻ ഇനി വയ്യ. യു ആർ റൈറ്റ്, ശരിയാ. ദർ ഈസ് നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ലൈങ് എനിവർ ടു ലേ മൈ എഗ്സ്. മുട്ടയിടാൻ കെട്ടിക്കിടക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും കാണാനില്ല. All my friends have left as life has become difficult. ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട് ചങ്ങാതിമാരൊക്കെ നാട് വിട്ടു. മേ ഐ കം വിത്ത് യു ടു? ഞാനും കൂടെ പോരട്ടെ? മൈ സിറ്റുവേഷൻ ഈസ് ഈക്വലി മിസറബിൾ. എൻ്റെ കാര്യവും കഷ്ടമാ. ഐ ആം ഓൾസോ കമ്മിങ്. ഞാനും വരാം. മണിയൻ ഫ്ലൈ ജോയിൻഡ് ദം ടു. മണിയൻ ഈച്ചയും ഒപ്പം കൂടി. ഓ, ലക്കി ദാറ്റ് വി കെയിം ഹിയർ. ഹോ, ഇവിടെ എത്തിയത് ഭാഗ്യമായി. അവർ ബോഡീസ് ഹാവ് സ്വെല്ലഡ് ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് മോസ്കിറ്റോ. കുറച്ച് നാളുകൾ കൊണ്ട് ശരീരമൊക്കെ ഒന്ന് നന്നായി അല്ലേ കൊതുകച്ച? ലോഡ്സ് ഓഫ് ഫുഡ്, ദ ബെസ്റ്റ് പ്ലേസ് ഫോർ അസ്. അതെ അതെ, ഇഷ്ടം പോലെ ഭക്ഷണം, നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം. വി ആർ നെവർ ഗോയിങ് എനിവേർ എൽസ്. ലെറ്റ് us live happily here. ഇനി നമുക്ക് എവിടെയും പോകണ്ട, ഇവിടെ സുഖമായി കഴിയാം. മണിയൻ ഫ്ലൈ റിമാർക്ക്ഡ് ജോയ്ഫുള്ളി. മണിയനീച്ച സന്തോഷത്തോടെ പറഞ്ഞു. ഡിഡ്ന്റ് യു സീ ദ ടു വില്ലേജസ് ഇൻ ദ പിക്ചേഴ്സ്? ചിത്രത്തിലെ 2 ഗ്രാമങ്ങളും നിങ്ങൾ കണ്ടല്ലോ. വിച്ച് ഓഫ് ദീസ് വില്ലേജസ് ഡു യു പ്രിഫർ ടു ലിവ് ഇൻ? ഇതിലേത് ഗ്രാമത്തിലാണ് നിങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? വൈ? എന്തുകൊണ്ട്? To live healthily, our surroundings should be kept clean. നല്ല ആരോഗ്യത്തോടെ വളരണമെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയുള്ളതായിരിക്കണം. മോസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് live in places that are not clean. വൃത്തിയില്ലാത്തിടങ്ങളിലാണ് കൊതുകി, ഈച്ച, എലി മുതലായ ജീവികൾ കൂടുതൽ ഉണ്ടാകുന്നത്. Such creatures spread different diseases. ഇത്തരം ജീവികളാണ് പല രോഗങ്ങളും പരത്തുന്നത്. നെക്സ്റ്റ്, മോസ്കിറ്റോസ് ലേ എഗ്സ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ സ്റ്റാഗ്നൻ്റ് വാട്ടർ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. ഇറ്റ് ടേക്സ് 8 days ഫോർ ദ എഗ്സ് ടു ഹാച്ച് ആൻഡ് ഗ്രോ ഫുള്ളി. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്താൻ 8 ദിവസമെടുക്കും. ദ ബ്ലഡ് സക്കിംഗ് മോസ്കിറ്റോസ് സ്പ്രെഡ് സെവറൽ ഡിസീസസ് ലൈക്ക് മലേറിയ, ഡെങ്കി ഫീവർ ആൻഡ് ചിക്കുൻഗുനിയ. മനുഷ്യൻ്റെ രക്തം കുടിക്കുന്ന കൊതുകുകൾ നിരവധി രോഗങ്ങൾ പരത്തുന്നു. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ തുടങ്ങിയവയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. The housefly is a small insect seen in our surroundings. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു ചെറുപ്രാണിയാണ് ഈച്ച. ദിസ് ക്രിയേച്ചർ ഈസ് സീൻ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ് ആൻഡ് ഓൺ ഡീക്കേഡ് സബ്സ്റ്റൻസസ്. മലിനമായ സ്ഥലങ്ങളിലും ചീഞ്ഞ വസ്തുക്കളിലും ഈ ജീവിയെ കാണാം. ദ ഹൗസ് ഫ്ലൈ മേ സിറ്റ് ഓൺ ഫുഡ് സ്റ്റഫ് ദാറ്റ് ഈസ് സ്വീറ്റ് ഓർ കെപ്റ്റ് ഓപ്പൺ. മധുരമുള്ളതും തുറന്നു വച്ചിരിക്കുന്നതുമായ ആഹാര സാധനങ്ങളിൽ ഈച്ച വന്നിരിക്കും. The small creature spreads diseases like dysentery and cholera. വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് ഈ ചെറു ജീവിയാണ്. You might have seen in the rat on roofs and in halls. തട്ടിൻപുറത്തും ചെറുമാളങ്ങളിലും എലിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. This chap bites into pieces and destroys whatever comes his way. കണ്ണിൽ കണ്ടതൊക്കെ ഈ വിരുദ്ധൻ കരണ്ട് മുറിച്ച് നശിപ്പിക്കും. The rat visits the kitchen and storeroom in search of food.
അടുക്കളയിലെയും കലവറയിലെയും ഭക്ഷണ സാധനങ്ങൾ തേടി എലിയെത്തും. The rat's excreta falls on these food articles, spreading different types of diseases. എലിയുടെ വിസർജ്യങ്ങൾ ഭക്ഷണ സാധനങ്ങളിൽ വീഴുക വഴി പലവിധ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. It is the rat that spread diseases like rat fever, plague, etc. എലിപ്പനി, പ്ലേഗ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് എലിയാണ്. Activity 1. Complete the table with the help of given hints. Clean land, dirty land. അത് വൃത്തിയുള്ള സ്ഥലത്തെക്കുറിച്ചും വൃത്തിയില്ലാത്ത സ്ഥലത്തെക്കുറിച്ചും എഴുതാൻ അവിടെ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ ടേബിൾ. ഡിസീസ്, സ്പ്രെഡിങ് ഓർഗാനിസം. രോഗങ്ങളുടെ പേരെഴുതുക, അത് പരത്തുന്ന ഏതാ ജീവി, അതിൻ്റെ പേരെഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. മേക്ക് ആൻ ഐഡൻറ്റിറ്റി കാർഡ്. ഈച്ചയെക്കുറിച്ചും എലിയെക്കുറിച്ചും ഒരു ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കാൻ. ഫസ്റ്റ് ഹൗസ് ഫ്ലൈ, നെയിം, അതിൻ്റെ പേരെഴുതുക. ഡ്വെല്ലിംഗ്, വാസസ്ഥലം. ഫുഡ്, ഭക്ഷണം. ഹോബി, വിനോദം. നെക്സ്റ്റ് നെയിം, ഡ്വെല്ലിംഗ്, എലിയുടെ വാസസ്ഥലം എഴുതുക. ഫുഡ് എഴുതുക.